രാവിലെയും വൈകിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ആവിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു തുള്ളി എണ്ണ പോലും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കട്ടോ. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പച്ചരി ഏകദേശം ഒരു 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുതിർത്തി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ പച്ചരി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചരി എടുത്ത കപ്പിന് അതേ കപ്പിന് തന്നെ 1/2 കപ്പ് ചോറും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറെടുക്കുമ്പോൾ തലേന്നത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. അപ്പോൾ വെച്ച ചോറാൻ കുഴപ്പമൊന്നുമില്ല, എങ്കിലും തലേന്നത്തെ ചോറാകുമ്പോൾ കുറച്ചും കൂടെ നന്നാവും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറി കൂട്ടി ഉണ്ടാക്കി കഴിക്കാനാണെങ്കിലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിയാലും മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയൊരു നേരിയൊരു മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. പാലിന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ. ദോശമാവിനെക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഇത് ഒന്ന് ടൈറ്റ് ആവുകയും ചെയ്യും. മാത്രമല്ല റവ ചേർത്ത് കൊടുക്കുമ്പോൾ സ്നാക്സിന് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. രണ്ട് ടേബിൾ സ്പൂണ് റവ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത റവ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നോളും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളൊരു ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള നല്ലൊരു വലുപ്പത്തിലുള്ള ശർക്കര എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അത് കല്ലുള്ള ശർക്കര ഉണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ചേർത്തെടുത്ത ശർക്കര ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാവ് ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ ദോശമാവിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ലൂസിലാണ് ആവേണ്ടത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് സോഡപ്പൊടി അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും സോഡപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, ബേക്കിംഗ് സോഡ. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് ഇഡ്ഡലി ചെമ്പിലാട്ടം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ആദ്യം കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലോട്ട് പകുതി മാവാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഓരോ കുഴിയിലോട്ടും പകുതിയാക്കി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കുക. ഓരോന്നിലും വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചും കൂടെ മാവ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറി കൂട്ടിയിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഈ ഒരു ഫില്ലിങ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് കറി കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ കുറച്ച് മധുരത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 6-7 മിനിറ്റ് സമയം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കുക്കാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ല നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ പോലെ നന്നായിട്ട് തന്നെ വേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം ഓരോന്നായിട്ട് ഇത് പാത്രത്തിലോട്ട് വെച്ചെടുക്കുക. അപ്പോൾ അത് നല്ല സ്പോഞ്ച് പോലത്തെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.